നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് തെറ്റിപ്പിരിയുമോ അതാണ് നമ്മൾ നോക്കുന്നത്. ഓഗസ്റ്റ് 31 വരെയാണ് നമ്മൾ സമയം വിചാരിക്കുന്നത്. ഓഗസ്റ്റ് 31 2025 നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായി തെറ്റിപ്പിരിയുമോ? അപ്പോൾ അവർ തമ്മിലുള്ള ഇപ്പോഴത്തെ എനർജിയാണിത്. ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. കേട്ടോ, ഇതിൽ ഏത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണമെന്നില്ല. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തോളൂ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡും മൂന്നാമത്തെ കാർഡും മാറ്റി വയ്ക്കാം. ഒന്നാമത്തെ കാർഡിലേക്കുള്ള റീഡിങ്ങിന് തുടങ്ങാം അല്ലേ? അപ്പോൾ നമുക്ക് ഓറക്കിൾ മെസ്സേജ് ആണ് ആദ്യം അറിയേണ്ടത്. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ളവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. Om Namah Shivaya. 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 ഭഗവാനെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഭഗവാനെ, ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, ഓക്കെ, കുറച്ച് ഒരു 3 കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ, ചിലപ്പോൾ ഒരു സ്ഥലം മാറാനോ ട്രാൻസ്ഫർ കിട്ടാനോ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം മാറ്റം, നിങ്ങളുള്ള സ്ഥലത്ത് നിന്ന് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് താൽക്കാലികമായിരിക്കാം, എന്നാലും നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ വളരെ സൂക്ഷിച്ചു പോകണമെന്ന് പറയുന്നു. ശ്രദ്ധയോടെ ഇരിക്കണം, കോഷ്യസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് പറയുന്നത്, നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു പോസിറ്റീവ് ചിന്ത വയ്ക്കണം. ഒരിക്കലും എന്താ പറയുക, ഒരു നിരാശ അങ്ങനെയുള്ള മനസ്സോടുകൂടി ഒരു കാര്യവും ചെയ്യരുത്. മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഉള്ളത് വേണം. പിന്നെ അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാതെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, നിങ്ങൾ തന്നെ അതിനുള്ള ഒരു പുറപ്പെടണമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർ നമ്മളെ വന്ന് സഹായിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചുള്ള വഴികൾ അന്വേഷിക്കണം. അപ്പോൾ അത് മാറുമെന്നുള്ളൊരു പ്രത്യാശയും കൂടെ നിങ്ങൾക്ക് വേണം കേട്ടോ. മൂന്നാമത്തെ കാർഡ് പറയുന്നത് തൃശൂൽ. നിങ്ങൾക്ക് അജ്ഞതയുള്ളത് പോലെ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇരുട്ട്, നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടുണ്ട്. അപ്പോൾ ഈ മനസ്സിൽ പ്രകാശം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം. അറിവാണ് പ്രകാശം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എന്താ പറയുക, നിങ്ങൾക്ക് കൂടുതൽ അറിവ് വേണം. കൂടുതൽ അറിവ് വരുമ്പോഴേ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് വരുള്ളൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടെ നേടിയെടുക്കണം നിങ്ങൾ. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. നേടിയെടുക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാർഡ് തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും ഇപ്പോഴത്തെ എനർജി 6 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. 6 ഓഫ് വാൻസ് റിവേഴ്സ് എന്ന് പറയുമ്പം ഇവര് എന്തോ നേടിയെടുത്ത പോലത്തെ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടിയെ കിട്ടിയപ്പോഴോ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടിയപ്പോഴോ എന്തൊക്കെയോ നേടിയെടുത്ത പോലെയായിരുന്നു, ഒരു വിജയം വരിച്ച പോലെ. പക്ഷെ ഇപ്പോൾ അതൊരു വിജയമായിരുന്നില്ല, അതൊരു പ്രശ്നത്തിന്റെ തുടക്കമായിരുന്നു എന്നൊരു തിരിച്ചറിവ് വന്ന പോലെ. അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആണ്. എടുത്തുചാട്ടം കൂടുതലുള്ള ആളുകളാണ്, ഫയർ സൈൻസ്. അപ്പോൾ
എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തതാണ്. ഇപ്പോൾ മീൻസ് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നിയിട്ട് അങ്ങോട്ട് ചാടിയതാണ് കണ്ടത്. പക്ഷെ അല്ല എന്ന് മനസ്സിലായി, പ്രശ്നമാണെന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് ഇല്ലായ്മയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ഒന്നാമത്തെ കാർഡിന്റെ റീഡിങ് വന്നപ്പോഴേ എനിക്കൊരു അന്തം വിട്ട പോലെ, ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട്. എനിക്കൊരു മന്ദത പോലെ, സത്യം മന്ദത പോലെ തോന്നുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട്. 10 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. ഇവര് ചിലപ്പോൾ പൈസ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ റിലേഷൻഷിപ്പിലേക്ക് കയറിയത്. പക്ഷെ ഒരു കാര്യവും നടന്നില്ല. ചിലപ്പോൾ ഇവർ വിവാഹം കഴിച്ചിട്ടുണ്ടാവാം. എന്തായാലും 10 ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. നല്ലൊരു കുടുംബജീവിതം ഇല്ല, ഭയങ്കര പ്രശ്നമാണ്, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഡിവോഴ്സ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോകുന്ന, ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രതീക്ഷകൾ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും പ്രതീക്ഷിച്ച പോലെ ആയില്ല. ലീബ്ര സോഡിയാക് സൈൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്താണ്? അവരുടെ മൊത്തത്തിൽ ഒരു കുഴപ്പം കാണിക്കുന്നുണ്ട് അവർ തമ്മിൽ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള അവസ്ഥ എന്താണ്? മൂന്ന് കാർഡ് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു വന്നു. ഒരു 4 കാർഡ്. ഇപ്പൊ അവർ തമ്മിൽ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. ഇത് വിജയത്തിലേക്ക് പോകുമെന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ള നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിയോ കുറച്ചൊരു മെച്ചുവേർഡായ എനർജിയാണ്. കുട്ടികളുള്ള, ഭർത്താവൊക്കെ ഉള്ള ഒരു എനർജി, അല്ലെങ്കിൽ ഭാര്യയുള്ള ഒരു എനർജിയാണ്. ഫാമിലി ആയിട്ട് തന്നെ നിൽക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അവിടെ നിന്ന് അടർത്തി എടുത്തുകൊണ്ട് പോയിട്ട് ഒരു വിവാഹം നടക്കുകയോ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ കയറുകയോ എന്തോ ചെയ്തിട്ടുണ്ട് ഇവര്. അത് ഭയങ്കര സ്ട്രെസ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഭയങ്കര സ്ട്രെസ്സാണ്. കാരണം അവരൊരു വളരെ മെച്യൂർഡായ ഒരു എനർജി ആകുമ്പോൾ അവർക്ക് കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടത്തണം എന്നുള്ളൊരു ശാഠ്യം കൂടി ഉണ്ടാവും. കുറച്ച് അഹങ്കാരമുള്ള ഒരു എനർജിയാണത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് അവരെ എന്താ പറയുക, അവരുമായിട്ട് വളരെ നല്ലൊരു വിവാഹ ജീവിതം വേണം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണം, അവർക്ക് നിറയെ പൈസയുള്ള ഒരു എനർജിയാണ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് ചെന്നത്. പക്ഷേ ഭയങ്കര തലവേദനയാണ്. ഇപ്പോൾ ഇവർ തമ്മിൽ ഉറക്കമില്ല, മീൻസ് ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായതുകൊണ്ട് തന്നെ വളരെയധികം തലവേദനയുള്ള ഒരു സിറ്റുവേഷനിലാണ് രണ്ടുപേരും നിൽക്കുന്നത്. ടോറസ് ലിബ്ര മാത്രമേ ഇവിടെ സോഡിയാക് സൈൻ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുള്ള, വളരെ പ്രശ്നത്തിലാണ് റിലേഷൻഷിപ്പ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേഴ്സണ് തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്തായിരുന്നു? തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഉദ്ദേശം എന്തായിരുന്നു? അവരെ കൺട്രോൾ ചെയ്യണം എന്നായിരുന്നു. വളരെ അധികം നാർസിസിസ്റ്റിക്കും വളരെയധികം കൺട്രോളിങ്ങുമായ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു മെയിൽ എനർജിയാണ്. ഇവിടെ ഒരു ചക്രവർത്തിയും ഒരു ചെകുത്താനെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ചക്രവർത്തി, ചെകുത്താന്റെ സ്വഭാവമുള്ള ചക്രവർത്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഈ പേഴ്സണ് വളരെയധികം കൺട്രോൾ വേണമെന്നായിരുന്നു. അപ്പൊ അവർക്ക് കുറച്ച് പൈസ കൊടുത്ത് അവരെ ട്രാപ്പ് ചെയ്താണ്. വെറുതെ ഇനീഷ്യലി എന്ന് വെച്ചാൽ, ഇപ്പം നമ്മള് ഒരാള് മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേക്ക്, നരകത്തിലേക്ക് എനിക്ക് വാക്ക് കിട്ടാത്തണ്ട. അപ്പൊ ഈ പേഴ്സൺ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മീൻസ് ഡിസൈഡ് ചെയ്യണം എങ്ങോട്ടാ പോണം, സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആള് പറഞ്ഞു നിങ്ങൾ ഡിസൈഡ് ചെയ്തു എവിടെ പോകണം. അപ്പൊ സ്വർഗത്തിൽ നോക്കിയപ്പോൾ വളരെ ശാന്തത, ഒച്ചയും ബഹളമൊന്നുമില്ല, ഒരു അനക്കവുമില്ല. പക്ഷെ നരകത്തിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ഡാൻസും പാട്ടും ഭയങ്കര ബഹളം. അപ്പൊ ഈ പേഴ്സൺ ഒരു ദിവസം എനിക്ക് നരകത്തിൽ സ്പെൻഡ് ചെയ്യണം, എന്നിട്ട് ഞാൻ തീരുമാനിക്കാന്ന് പറയുമ്പോൾ നരകത്തിലേക്ക് വിടുകയാണ്. നരകത്തിൽ പോകുമ്പോൾ അവിടെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആളുകൾ, നല്ല ഭക്ഷണം, ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ട്. അപ്പൊ പേഴ്സൺ വന്നിട്ട് പറയും ഞാൻ നരകത്തിൽ പൊക്കോളാം, എനിക്ക് സ്വർഗം. അപ്പൊ പറയും തീരെ ശരി, ഷുവർ ആണോ, നിങ്ങൾക്ക് അവിടെ തന്നെയാണ് പോകേണ്ടത്? എന്ന് പറയും. എന്നാൽ ശരി നരകത്തിൽ പൊക്കോളാൻ പറഞ്ഞിട്ട് നരകത്തിൽ ചെന്ന് അങ്ങോട്ട് ഇറങ്ങലും പിന്നെ നരകം ശരിക്കുള്ള രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ അവിടെ ചെകുത്താനോട് ചോദിക്കും എന്താ ഇത്, നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഞാൻ വന്നപ്പോൾ, അത് മാർക്കറ്റിംഗ് ആണ് ഞങ്ങളുടേത്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നത്
പേഴ്സൺ ശരിക്കും ഒരു ചെകുത്താന്റെ സ്വഭാവമുള്ളതാണ്. വളരെ ഒബ്സസീവായ, വളരെ ടെംപ്റ്റിംഗ് ആയ ഒരു എനർജി. കാണാൻ മോശമില്ലാത്തൊരു എനർജി ആയിരിക്കും. നന്നായിട്ട് അഭിനയിക്കാൻ കഴിയുമെന്നുള്ള ഒട്ടും കുറ്റബോധമില്ലാത്ത ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സണെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചു ഇവരെ വിവാഹം കഴിക്കും, ഇവരോട് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരു ചക്രവർത്തിയായി തീരുമെന്ന ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ ആദ്യം ഒരു ഈ എന്താ പറയാ, ഭക്ഷണം ഇട്ടുകൊടുത്ത് മീൻ പിടിക്കുന്ന പോലെ, മനസ്സിലായി, അങ്ങനെ ഒരു ചെറിയൊരു ഓഫർ അവർക്ക് കൊടുത്തപ്പോൾ അവർ ചാടി പിടിച്ചിട്ടാണ് ഈ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് പോയേക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഓവർ കമ്മിറ്റഡ് ആയതുകൊണ്ട് കൂടുതലൊന്നും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ പേഴ്സൺ വളർത്തിക്കൊണ്ടുവന്നതാണ്. മനസ്സിലായി, എൻ്റെ കൂടെ വന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞ് പറ്റിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നതാണ്. റിലേഷൻഷിപ്പിലേക്ക് കയറിയപ്പോൾ ഇവർ പ്രതീക്ഷിച്ചതൊന്നുമില്ല. നിങ്ങളുടെ പേഴ്സണ് അവരുടെ അടുത്ത് നിന്നുള്ളതും കൂടെ യൂട്ടിലൈസ് ചെയ്യണം, അവരുടെ അടുത്തുള്ള പൈസയും കൂടെ ഉപയോഗിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലല്ല നിങ്ങളുടെ പേഴ്സൺ അവരോട് റിലേഷൻഷിപ്പിലേക്ക് കയറിയേക്കുന്നത്. ഏറീസ്, കാപ്രിക്കോൺ. പിന്നെ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലായത്, തേർഡ് പാർട്ടി ഓൾറെഡി കുറെ കമ്മിറ്റ്മെന്റ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു സ്വത്ത്, നല്ല വലിയൊരു കുടുംബത്തിലുള്ള ഒരാൾ, ഇഷ്ടംപോലെ സ്വത്തുണ്ട്. അപ്പൊ പുറമേ കാണുമ്പോൾ നല്ല സ്വത്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഒറ്റ മകളാണ്, ഒറ്റ മകനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് കയറി കല്യാണം കഴിച്ച അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അറിയണ ഈ സ്വത്തിന് ഇഷ്ടംപോലെ അവകാശികളുണ്ടെന്ന്. അപ്പൊ ഇഷേ എന്ന ഒരു ഇതിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുന്നത്. എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് നോക്കി. ഓക്കെ, എന്തായാലും ചെകുത്താന്റെ സ്വഭാവമുണ്ട്. കാപ്രിക്കോണും ഏറീസുമാണ് വന്നേക്കുന്നത്. ഇപ്പൊ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഫീലിങ്സ് എന്താണ്? തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് നോക്കാം. തേർഡ് പാർട്ടിയോടുള്ള റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ. ഇതിലും ഭേദം നിങ്ങളായിരുന്നു എന്നാണ് ചിന്തിക്കുന്നത് ഈ പേഴ്സൺ. പക്ഷേ ഒരു ഒറ്റ വാശിക്ക് കെട്ടി ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വാശിയോ 8 വാശിയോ 10 വാശിയൊക്കെ വന്നാലും തിരിച്ചു കയറാനായിട്ട് പറ്റുമോ? ഇല്ല, അവിടെ തന്നെ കിടക്കേണ്ടി വരും. അപ്പൊ അങ്ങനത്തെ ഒരു, ഇപ്പൊ ഫീലിങ്സ്, തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര സെൽഫ് സഫീഷ്യന്റ് ആണ്, ഇവർക്ക് ഭയങ്കര ഇഷ്ടംപോലെ സ്വത്തുണ്ട് എന്നൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവര് പറഞ്ഞു പറ്റിച്ചു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. പറഞ്ഞു പറ്റിച്ചതല്ല, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ജീവിതം വളരെ സന്തോഷമായിരുന്നു. ഇവരുടെ ഭർത്താവിനോടോ ഭാര്യയോടോ വളരെ സന്തോഷത്തുമായിട്ട് ജീവിച്ചിരുന്ന നിങ്ങളുടെ പേഴ്സന്റെ പുറംപൂജ കണ്ടിട്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയും, നിങ്ങളുടെ പേഴ്സണും ഇവരുടെ സ്വത്തെല്ലാം കണ്ടിട്ട് ഓക്കെ ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും, ആവശ്യത്തിൽ കൂടുതൽ പണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഇവരോട് റിലേഷൻഷിപ്പ് വെച്ചത്. ഇപ്പോ നിങ്ങളുടെ തേർഡ് പാർട്ടി അവരുടെ പാർട്ട്ണറുമായിട്ട് കണക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സണെ പറ്റിച്ചിട്ടാണ്. നിങ്ങളുടെ പേഴ്സണോടുകൂടെ റിലേഷൻഷിപ്പ് വെക്കുന്നുണ്ട്, അവരുടെ പഴയ ഫാമിലിയോട് ഇവർ കോണ്ടാക്ട് വെക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അറിയാതെ. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇത് കള്ളത്തരത്തിൽ കൂടെ കണ്ട് അവരുടെ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് പലരും പറഞ്ഞു കേട്ട ഒരു അറിവാണ്. പക്ഷെ തേർഡ് പാർട്ടിയോട് ചോദിക്കാനുള്ള ധൈര്യവുമില്ല നിങ്ങളുടെ പേഴ്സണ്. അപ്പോ നിങ്ങളുടെ പേഴ്സൺ ആകെ പെട്ട് കിടക്കുകയാണ്. ഇതിൽ നിന്ന് പോരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. പക്ഷെ ഇവർ പറ്റിച്ചു എന്നാണ് പറയുന്നത്. ഇവരിൽ നിന്ന് ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പക്ഷെ പ്രതീക്ഷകളൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഇവര് നിങ്ങളുടെ പേഴ്സണെ ചതിക്കുന്നുണ്ട്. ചതിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അവർ പഴയ പാർട്ട്ണറിന്റെ പുറകെ പോകുന്നുണ്ട്, അവരോട് ആ പേഴ്സണോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോഴും ആ പഴയ പാർട്ട്ണർ നിങ്ങളുടെ പേഴ്സൺ, തേർഡ് പാർട്ടി ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അതൊരു അടിയായിട്ടുണ്ട് കേട്ടോ. പേഴ്സൺ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാല് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ മുമ്പിൽ വളരെ നല്ല ഡീസെന്റ് ആയിട്ടാണ് പെരുമാറുന്നത്, പക്ഷെ നല്ല ഈസി ആയിട്ട് നിങ്ങളുടെ പേഴ്സണെ പറ്റിക്കുന്നുണ്ട് തേർഡ് പാർട്ടി. അതാണ് നിങ്ങളുടെ പേഴ്സൺ ആകെ കൂടെ നാണക്കേടും ഒക്കെ ആയി. നല്ലൊരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയത്. തേർഡ് പാർട്ടി ഉപേക്ഷിച്ചിട്ടില്ല അവരുടെ പേഴ്സണെ. തേർഡ് പാർട്ടി വെറുതെ ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ് നിങ്ങളുടെ പേഴ്സണായിട്ട്. ഇത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പണിയായി. അപ്പൊ അവർ അന്യായമായിട്ട് പെരുമാറുന്നു എന്നാണ്, പറ്റിക്കുന്നു എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ലീബ്ര സോഡിയാക് സൈൻ മാത്രമല്ല, ലീബ്ര കുറെ പ്രാവശ്യം, ടോറസ്, ലീബ്ര ഇവിടെ പിന്നെ ലീബ്ര സോഡിയാക് സൈൻ കുറെ പ്രാവശ്യം വരുന്നുണ്ട്. ഈ മാസം ഇവര് തമ്മിൽ ഇപ്പൊ ഏതായാലും കുളമാണ് റിലേഷൻഷിപ്പ്. ഈ മാസം ഇവര് തമ്മിൽ തെറ്റിപ്പിരിയോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഈ മാസം ഇവര് തമ്മിൽ തെറ്റിപ്പിരിയാനുള്ള വല്ല ചാൻസും ഉണ്ടോ ഭഗവാനെ? യെസ് ഓർ നോ ആണ് നമ്മൾ ചോദിക്കുന്നത്. ഈ മാസത്തിനുള്ളിൽ ഈ പേഴ്സൺ തെറ്റിപ്പിരിയോ? ഇല്ല. ആ പേഴ്സണ്, നിങ്ങളുടെ പേഴ്സന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
നിങ്ങളെ ചിലപ്പോൾ വാശി കയറ്റിയിട്ടായിരിക്കും ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയേക്കുന്നത്. അപ്പൊ ഈ മാസം എന്തായാലും എടുത്തു പിടിച്ച് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിക്കില്ല, അവരുമായിട്ട് വഴക്കിട്ട് ഉപേക്ഷിച്ച് പോരില്ല. കാരണം നിങ്ങളുടെ പേഴ്സന്റെ വിശ്വാസം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് വിട്ടു പോയി എന്നാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ചെയ്തത് അത് വളരെ ഒരു എന്ന് വെച്ചാൽ എന്ത് ഇതിലാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി തിരിച്ചു വരിക, മനസ്സിലായി? അതിനൊരു വഴി ആദ്യം കാണണം, എന്നിട്ട് തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഒട്ടും ഇഷ്ടമല്ല, അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയി എന്നാണ് നിങ്ങളുടെ പേഴ്സന്റെ ടെൻഷൻ. പക്ഷെ നിങ്ങൾ ഇപ്പോഴും വെയിറ്റ് ചെയ്യാനെന്ന കാര്യം, അതുകൊണ്ടാണ് നിങ്ങൾ റീഡിങ് കാണുന്നത്. വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. അപ്പൊ ഇത് ഭയങ്കര നഷ്ടബോധമാണ്. പക്ഷേ മണ്ടത്തരം കാണിച്ചു, എന്ത് ചെയ്യും, തിരിച്ചു പോയത് നല്ലൊരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ടാണല്ലോ, ഞാൻ ഇക്കരെ നിന്നപ്പോൾ അക്കരെ പച്ചയെന്ന് പറഞ്ഞിട്ട് ചാടിയതാണല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ചിന്തയിലാണ് പേഴ്സൺ. അപ്പോൾ പക്ഷെ ആരെയും അറിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വന്ന് പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് ഇവിടുന്നൊരു തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു മോചനം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. ഈ റിലേഷൻഷിപ്പ് കുറച്ചും കൂടി പോകുമെന്നാണ് പറയുന്നത്. പക്ഷെ പ്രശ്നങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ അധിക കാലമൊന്നും ഈ റിലേഷൻഷിപ്പ് നിൽക്കില്ല, അതിന് മുമ്പേ ഇത് പോകും. പക്ഷെ ഈ മാസം ഈ ഒരു തീരുമാനം നിങ്ങളുടെ പേഴ്സൺ എടുക്കില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ സോഡിയാക് സൈൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ഒട്ടും വിശ്വാസമില്ല. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ പറ്റിക്കാൻ നോക്കിയപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെയാണ് പറ്റിച്ചത്. അതൊരു അടിയായിപ്പോയി, അതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കാർഡിന്റെ റീഡിങ്ങിലേക്ക് പോവാം. ഈ പൊട്ടനെ ചെട്ടി ചതിക്കുമ്പോൾ ചെട്ടിയെ ദൈവം ചതിക്കുന്ന ഒരു ചൊല്ലുണ്ട്. അതാണ് നമ്മൾക്ക് ഓരോരുത്തർക്ക് കിട്ടേണ്ടത് അവർക്കൊക്കെ കിട്ടിക്കോളും. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി, നമ്മൾ തെറ്റിയാണ്ടിരിക്കുക. അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ദൈവം ചോദിച്ചോളൂ. അതുകൊണ്ടാണ് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ ക്ഷമിക്കണമെന്ന് പറയുന്നത്. കാരണം ദൈവം ചോദിച്ചോളൂ, നമ്മൾ എന്തിനു ചോദിക്കാൻ? വേസ്റ്റ് ഓഫ് എനർജി, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ഹാപ്പിനെസ്. ഓക്കെ, പിന്നെ നമുക്ക് രണ്ടാമത്തെ കാർഡിന്റെ ഓറക്കിൾ മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, അപ്പോൾ രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ്. ഭഗവാനെ, ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഓഗസ്റ്റ് 31, 2025 തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ട് തെറ്റിപ്പിരിയുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. അറിഞ്ഞില്ല, വീണു പക്ഷെ മറിഞ്ഞില്ല. ഭഗവാനെ, നമഃ ശിവായ, നമഃ ശിവായ, ഭഗവാനെ, ശിവായ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണ്. ഭഗവാനെ, ഇവിടെ 2 കാർഡ്സ് ആണ് മറിഞ്ഞിട്ടുള്ളത്. ഭഗവാനെ, ഓക്കെ, ഇതില് ഒരു കാർഡ് പറയുന്നത് രുദ്രമന്ത്രം ജപിക്കണമെന്നാണ് പറയുന്നത്. രുദ്രമന്ത്രം എന്ന് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിന്, ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടത്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഓക്കെ, അതൊന്ന്. രണ്ടാമത്തതിൽ എംബ്രേസ് ലൈറ്റ് ആൻഡ് സൗണ്ട്, ഓപ്പൺ ടു ഡിവൈൻ ഗൈഡൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുക മാത്രമല്ല, ദൈവത്തിനായിട്ട് നിങ്ങളുടെ മനസ്സ് തുറന്നു കൊടുക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല, മനസ്സിലായോ? നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിനും മനസ്സിലാകുന്നില്ല എന്നാണ് നമ്മളുടെ വിചാരം. പക്ഷെ നമ്മൾക്ക് ഒരിക്കലും ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. നമ്മളുടെ ഈ മനസാക്ഷിയെ നമ്മൾ
അടച്ച് മൂടി വെച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുക. തെറ്റാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം തെറ്റല്ലെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റല്ലാതെ ആയിരിക്കും എന്നാണ് നമ്മളുടെ വിചാരം. അല്ല. അപ്പോൾ ദൈവത്തിനായിട്ട് മനസ്സ് തുറക്കുക. ദൈവത്തിന് അറിയാത്തതായി, നിങ്ങളെക്കുറിച്ച് അറിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് വിശ്വാസം. അപ്പോൾ ദൈവത്തിനായിട്ട് മനസ്സ് തുറക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ മനസാക്ഷി വഴി നമുക്ക് കേൾക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ദൈവം കാണിച്ചു തരുന്ന വഴികളും ദൈവം പറയുന്ന കാര്യങ്ങളും ദൈവത്തിൻ്റെ അഭിപ്രായങ്ങളും നമുക്ക് മനസ്സിലാവും കേട്ടോ. അതിനു വേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് പേഴ്സണൽ റീഡിങ്ങിന് വരാറുണ്ട്. യൂണിവേഴ്സൽ ഗൈഡൻസ് വേണമെന്ന് പറയും. യൂണിവേഴ്സൽ ഗൈഡൻസ് കൊടുക്കുമ്പോൾ അതെങ്ങനെ ശരിയാവും? അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കരുത് യൂണിവേഴ്സൽ ഗൈഡൻസിന്. ഞാൻ ജനറലി പേഴ്സണൽ റീഡിങ്ങിന് യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തായാലും എല്ലാ റീഡിങ്ങിനും കൊടുക്കാറുണ്ട്. ഒരു ചോദ്യമാണെങ്കിലും പാക്കേജ് റീഡിംഗ് ആണെങ്കിലും യൂണിവേഴ്സൽ ഗൈഡൻസ് കൊടുക്കാറുണ്ട്. പക്ഷെ അപ്പോൾ ദൈവത്തിനെ നമ്മൾ കളിയാക്കുകയല്ലേ? നമ്മൾ ഒരാളോട് അഡ്വൈസ് ചോദിച്ചിട്ട് ഇത് ശരിയല്ല എന്ന് നമ്മൾ അയാളോട് പറയുമ്പോൾ അത് നമ്മൾ മനുഷ്യരോടല്ല പറയുന്നത്, ദൈവത്തിനോടാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് തന്നെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളൊരു അഡ്വൈസ് കൊടുത്തിട്ട് നിങ്ങളോട് അത് നിങ്ങൾ പൊട്ട അഡ്വൈസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സങ്കടം വരില്ലേ? അപ്പോൾ ദൈവത്തിനും അത് ഫീലിംഗ് ആവും. അപ്പം ദൈവം പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് ഗൈഡൻസ് തരുന്നത് കേട്ടോ. അപ്പൊ ആ മാറ്റങ്ങൾ അത് നിങ്ങളുടെ മനസാക്ഷിയെ നിങ്ങൾ അടച്ചു പൂട്ടി വെച്ചിട്ട് ഇത് ശരിയല്ല, ഇങ്ങനെയല്ല വേണ്ടിയിരുന്നത്, ഇത് എന്തു പണിയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. ദൈവത്തിന് പറയേണ്ട കാര്യങ്ങൾ ദൈവം കറക്റ്റായിട്ട് പറയും. നമുക്ക് ഇഷ്ടപ്പെടുകയോ നമ്മൾ സ്വീകരിക്കുകയോ ചെയ്യാൻ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ കാർഡിന്റെ ഓവറോൾ ഉണ്ട്. തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സണിന്റെയും ഇപ്പോഴത്തെ എനർജി എന്താണെന്ന് നോക്കാം. 2 of Wands റിവേഴ്സ് ആണ്. ഒരു ചോയ്സ് എടുത്തിട്ടില്ല, ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും അവർ റിലേഷൻഷിപ്പിൽ തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ ധൈര്യമില്ല, അല്ലെങ്കിൽ ഇത് പോകണ പോലെ പൊക്കോട്ടെ എന്നൊരു ചിന്തയുള്ളത് പോലെയും കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാം കൂടെ ഇപ്പോൾ താഴത്തേക്ക് പോയേനെ. കുറേ കാർഡ്സ് റിവേഴ്സും കുറേ കാർഡ്സ് അപ്രൈറ്റും, അങ്ങനെയാണ് ജീവിതം. അപ്പം അതുകൊണ്ട് ഞാൻ എപ്പോഴും അത് മിക്സ് ചെയ്താണ് വെക്കുക. റിവേഴ്സും അപ്രൈറ്റും വേണം, അല്ലാതെ പോസിറ്റീവ് മാത്രം വന്നിട്ട് കാര്യമില്ല ഭഗവാനെ. ഓക്കെ, നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോവാം. കാർഡിൻ്റെ ക്ലാരിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. 2 of Wands റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് സോഡിയാക് സൈൻ ആണത്. കുറച്ചും കൂടെ കഴിയട്ടെ എന്നാണോ അതോ മടിയാണോ തീരുമാനമെടുക്കാൻ? പോകുന്ന പോലെ ചിലർ യൂണിവേഴ്സിന് വിട്ടുകൊടുക്കും കാര്യങ്ങൾ. എന്ന് വെച്ചാൽ എന്തെങ്കിലും ആട്ടെ, വരുന്ന പോലെ വരട്ടെ എന്നൊരു ചിന്ത. ഹാപ്പി അല്ല, എന്നാലും ഒരു തീരുമാനം എടുക്കാനുള്ള മടിയുണ്ട്. ഇവിടെ നൈറ്റ് ഓഫ് സ്വേർഡ്സും ക്വീൻ ഓഫ് സ്വേർഡ്സും ആണ് വന്നേക്കുന്നത്. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ് ഭയങ്കര റെസ്റ്റ്ലെസ് ആയ ഒരു എനർജിയാണ്, വളരെ വയലന്റ് ആയ ഒരു എനർജിയാണ്. ക്വീൻ ഓഫ് സ്വേർഡ്സ് ആണെങ്കിൽ നാക്കിൽ ഭയങ്കര മൂർച്ചയുള്ള ഒരു എനർജിയാണ്. ആൾക്കാരെ നാക്ക് കൊണ്ട് വെട്ടിക്കൊല്ലും, അങ്ങനത്തെ ഒരു എനർജിയാണ്. അവര് ഒരു കാര്യം ഒറ്റ ചിന്തയുള്ള എനർജിയാണ്, മനസ്സിലായോ? അപ്പോൾ അവര് കാണുന്ന സത്യം അതനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുക. അവർക്ക് മറ്റുള്ളവർക്ക് ഹേർട്ട് ആകുമോ, മറ്റുള്ളവർക്ക് എന്ത് തോന്നും എന്നുള്ളൊരു ചിന്തയില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സ്വേർഡ്സ്. അപ്പോൾ നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണെങ്കിൽ വളരെ റെസ്റ്റ്ലെസ്സും. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ചിന്തകൾ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഹേർട്ട് ചെയ്യണതോ ഒരാൾ മറ്റേയാളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ടോ വാക്കുകൾ കൊണ്ട്, മനസ്സിലായോ? അപ്പോൾ ഓരോ കാര്യത്തിൽ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും, മനസ്സിലായോ? ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം ബഹളം ഉണ്ടാക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാർഡ്സ് റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് ഇവർ തമ്മിൽ, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്?
തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ അവസ്ഥ ചോദിക്കുമ്പോണ്ടല്ലോ കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ റീഡിങ്ങിൽ 4 കാർഡ് അങ്ങനെ തന്നെ വന്നു. ഇതാണ് അവരുടെ അവസ്ഥ. ഇപ്പോഴും അത് തന്നെ, ഇതാണ് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞ് ദൈവം കാണിച്ചു തരാണ്. 3 ഓഫ് സ്വേർഡ്സ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ ഒരാൾ മറ്റേയാളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നുണ്ട്, ഭയങ്കര വേദനയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഇൻഡിസിഷൻ ആണ് കാണിക്കുന്നത്. ഇതും തീരുമാനം എടുക്കുന്നില്ല, ഇവിടെയും തീരുമാനം എടുക്കുന്നില്ല, ഇവിടെയും തീരുമാനം എടുക്കുന്നില്ല. ഇത് ഭയങ്കര പ്രശ്നത്തിലാണ് പോകുന്നത്. പക്ഷേ ഇവര് രണ്ടുപേരും ഈ പ്രശ്നങ്ങളെ അങ്ങോട്ട് ഓക്കെ പ്രശ്നമുണ്ട് എന്നിവർ പറയുന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഉപേക്ഷിക്കാൻ തീരുമാനം എടുക്കുന്നില്ല. മറ്റേയാൾ തീരുമാനം എടുക്കട്ടെ എന്നായിരിക്കാം. ചിലപ്പോൾ രണ്ടുപേർക്കും ഒരു ഈഗോ ക്ലാഷ് ഉള്ളതുകൊണ്ട് ഞാനായിട്ട് ഇത് ഉപേക്ഷിക്കില്ല, ഇവരായിട്ട് ഉപേക്ഷിക്കട്ടെ. അവർ വിചാരിക്കുന്നുണ്ടാവും ഇയാളായിട്ട് ഉപേക്ഷിക്കട്ടെ, ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷെ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിന്റഡ് ആണ്. രണ്ടുപേരും ഇതിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു തീരുമാനം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും ഭീരുക്കളായത് കൊണ്ടാണോ, അതോ രണ്ടുപേർക്കും തിരിച്ചു പോകാൻ ഒരു സ്ഥലമില്ലാത്തത് കൊണ്ടാണോ ഇവരിപ്പോഴും ഈ സിറ്റുവേഷനിൽ ഇരിക്കുന്നത്? ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക്സിന് ഒറ്റൊന്നും വന്നിട്ടില്ല. ഇത് ഭയങ്കര പൊക്കിക്കൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരു ഭാരം ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് രണ്ടുപേരും തമ്മിൽ. പക്ഷെ ഇവർ തീരുമാനം എടുക്കുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ അവർ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അത് ഭയങ്കരമായിട്ടുള്ള ഹൃദയവേദനയുണ്ട്. പക്ഷെ എന്നാലും ഇറങ്ങി പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക്. അതാണ് ഇവിടുത്തെ കാര്യം. എന്താ അങ്ങനെ? ചിലപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു ആവതില്ലാത്ത ആളുകളായിരിക്കാം. ഒരു മൂച്ചിന് രണ്ടുപേരും റിലേഷൻഷിപ്പ് തുടങ്ങി. രണ്ടുപേർക്കും ഒറ്റയ്ക്ക് നിൽക്കാൻ ആവതില്ലാത്ത ആളുകളാണ്. എന്നാല് മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കുകയും വേണം. പക്ഷെ അവരെന്നെ കൺട്രോൾ ചെയ്യുന്നു കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യും. മറ്റുള്ളവരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ അവര് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായോ? നമുക്ക് സ്വയം തീരുമാനിക്കാൻ ഒരു കഴിവില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പിന്നെ അവർ നമ്മളെ ഫോഴ്സ് ചെയ്തതാണ്, അവരെന്നെ കൺട്രോൾ ചെയ്ത് ചെയ്യിക്കുന്നതാണെന്ന് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇവര് രണ്ടുപേരും വളരെ വീക്കായ 2 ക്യാരക്ടേഴ്സ് ആണ്. രണ്ടുപേരും ഈ ഒരു ഏകദേശം ഒരേ സിറ്റുവേഷനിൽ നിന്ന് പോന്നിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിയേക്കാണ്. അപ്പൊ ഇവര് തമ്മിൽ റിലേഷൻഷിപ്പ് തുടങ്ങിയപ്പോൾ ഒരാള് അവരുടെ ശരിക്കുള്ള സ്വഭാവം പുറത്ത് വന്നപ്പോൾ മറ്റേ ആൾക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ രണ്ടുപേർക്കും ഈ റിലേഷൻഷിപ്പ് വിട്ടുപോകാനും പറ്റുന്നില്ല. എന്തൊരു സിറ്റുവേഷനിലാണെന്ന് നോക്കി അവര്. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം? തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻഷിപ്പിൽ പോയപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ പേഴ്സൺ വിചാരിച്ച എനിക്ക് സുഖമായിട്ട് റെസ്റ്റ് എടുക്കാം, അധികം വലിയ പ്രശ്നമൊന്നുമില്ല, മനസ്സിലായി, ഞാൻ പറയുന്നത് എല്ലാം മറ്റേ ആളെ കേൾക്കും. അപ്പോ ഇവിടെ ഒരു എംപ്രസിനെ കാണിക്കുന്നുണ്ട്. ഈ എംപ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സൺ വിചാരിച്ചു എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് നടക്കും. ചിലർ അങ്ങനെയുണ്ട്. ചിലര് നമ്മളുടെ കൂടെ വന്ന് റിലേഷൻഷിപ്പിൽ കയറിയിട്ട് അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും, പക്ഷെ ജോലിക്ക് പോവില്ല. മടിയാണ് ജോലിക്ക് പോകാൻ. പോയാൽ തന്നെ സ്ഥിരമായിട്ട് നിൽക്കില്ല. പോയാൽ തന്നെ കമ്പനിയെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് അവിടെ നിന്ന് ജോലി 2ാമത്തെ ദിവസം റിസൈൻ ചെയ്ത് പോരും. അവിടെ ബുദ്ധിമുട്ടാണ്, അങ്ങനെയാണ്, വേറെ ജോലി നോക്കാം. അവർ ജോലി നോക്കുകയില്ല. നമ്മളുടെ ചെലവിൽ തന്നെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ ചിലര് അത് കാണുമ്പോൾ അയ്യോ പോട്ടെ കുഴപ്പമില്ല. നിങ്ങളും അങ്ങനെയായിരിക്കും. ഈ പേഴ്സണ് ജോലി എടുക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ ചെലവിലാണ്, റിലേഷൻഷിപ്പ് സമയത്തും നിങ്ങളുടെ ചെലവിൽ തന്നെ ജീവിക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനാണ് ആഗ്രഹം. പക്ഷെ നിങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ആണ് വേറെ റിലേഷൻഷിപ്പിലേക്ക് ഈ പേഴ്സൺ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ തന്നെ വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി. കാരണം ആ പേഴ്സൺ അധികം ജോലിയില്ല, ടെൻഷൻ ഇല്ല, ഉത്തരവാദിത്തങ്ങളില്ല. അപ്പോൾ ഐഡിൽ മൈൻഡ് ഇസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മളുടെ തലയ്ക്കകത്ത് നമുക്ക് പ്രശ്നങ്ങൾ നമുക്ക് എന്തുകൊണ്ട് നമ്മൾ എപ്പോഴും ഓക്യുപ്പൈഡ് ആണ്. അയ്യോ ഈ പ്രശ്നം തീർന്നു, ഇനി അടുത്ത പ്രശ്നം, ഇതെങ്ങനെ ഫീസ് അടയ്ക്കും, എങ്ങനെ റെന്റ് കൊടുക്കും, നമുക്ക് ആകെ തലവേദനയാണ്, മൊബൈൽ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്, മനസ്സിലായി. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് 100 കാര്യങ്ങളുള്ളപ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ ചിന്തിക്കാൻ, തേർഡ് പാർട്ടി കണക്ഷനെ കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല. പക്ഷെ ഈ പേഴ്സൺ ഇഷ്ടംപോലെ സമയമുണ്ട്, കാരണം ഉത്തരവാദിത്തങ്ങളില്ല. അങ്ങനെയാണ് ഒരു തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് ചെന്ന് കയറിയിരിക്കുന്നത് ഈ പേഴ്സൺ. ഈ പേഴ്സൺ വിചാരിക്കുന്നത് കാര്യങ്ങളെല്ലാം നല്ല ഈസി ആയിട്ട് നടന്നു പൊക്കോളും. നിങ്ങളുമായിട്ട് ഇപ്പോഴും കണക്ഷനുള്ള പേഴ്സൺ ആണിത് കേട്ടോ. തേർഡ് പാർട്ടി ആയിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, നിങ്ങളായിട്ടും റിലേഷൻഷിപ്പ് വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളാണ് ഈ പേഴ്സന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്.
അപ്പൊ ഈ പേഴ്സൺ ആകെ ശരിക്കും പറഞ്ഞ ഒരു മടിയനോ മടിച്ചിയോ ആണ്. അപ്പോ തേർഡ് പാർട്ടിയോട് വളരെയധികം സംസാരിക്കാം, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ നിങ്ങൾ വഴക്കുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ വിശ്വാസം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി വിശ്വാസം അതേ സ്വഭാവമുള്ള ആളാണല്ലോ. അപ്പൊ ഇവർ തമ്മിൽ ഈ കംപ്ലൈന്റ്സ് തമ്മിൽ പറഞ്ഞു തീർക്കുന്ന സ്വഭാവമാണ്. മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് എന്നെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണല്ലോ തേർഡ് പാർട്ടി എന്ന തരത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കണക്ഷനിലേക്ക് കയറിയത്. പക്ഷെ തേർഡ് പാർട്ടി കണക്ഷനിൽ സീരിയസ് ആയി കുറച്ചും കൂടെ ക്ലോസ് ആയി വന്നപ്പോഴാണ് തേർഡ് പാർട്ടിയുള്ള ശരിക്കുള്ള സ്വഭാവം തേർഡ് പാർട്ടി എടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഉദ്ദേശം സംസാരിക്കുക, പിന്നെ ഞാൻ പറയാനായിട്ട് ഒരാൾ എന്റെ പ്രശ്നങ്ങൾ പറയാൻ വെച്ചാൽ ക്രിബ് ചെയ്യുക. ക്രിബ് ചെയ്യുന്ന പറഞ്ഞാൽ ഏത് നേരം ഇങ്ങനെ മറ്റേ ആളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് ക്രിബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും മറ്റുള്ളവർ നമുക്ക് ഇറിറ്റേഷൻ, നമുക്ക് ചെവിതല കൊടുക്കില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ സംസാരിക്കാനായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലാണ് തുടങ്ങിയത്. പക്ഷെ ഇത് കുറെ കൂടെ കൂടുതലായി. കാരണം ഈ പേഴ്സൺ ഉത്തരവാദിത്തങ്ങളില്ല, ഇഷ്ടംപോലെ പണം ആവശ്യങ്ങൾ നടന്നു പോകുന്നുണ്ട്, അതുപോലെ തന്നെ വേറെ ഒന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. അപ്പൊ പിന്നെ അതിനിടയിൽ ഒരു ടൈം പാസ് ആയിട്ടാണ് തുടങ്ങിയത്. ഇവിടെ ടോറസ് ലിബ്ര കാണിക്കുന്നുണ്ട്. എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നത്തിലാണെന്നാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടിയുടെ സ്വഭാവം മാറും ഇന്നോ നാളെയോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കാര്യം ആലോചിക്കുമെന്ന് വെച്ചാൽ വളരെ ഫ്രണ്ട്ലി ആണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണും ആയിരുന്നത്. പക്ഷെ ഈ ഫ്രണ്ട്ലിനെസ്സിനിടയിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് തല തിന്നുന്നുണ്ടെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഇവർ നന്നായിട്ട് വെള്ളം അടിക്കുന്ന രണ്ടുപേരാണ്. മനസ്സിലായി. അപ്പോൾ പുറത്ത് ഇഷ്ടംപോലെ രണ്ടുപേരും ഇതുപോലെ ജീവിക്കുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന രണ്ടുപേരായിരിക്കും. അപ്പൊ ഇഷ്ടംപോലെ പണമുണ്ട്, ഷോപ്പിങ്ങിന് പോകാൻ അടിച്ചു പൊളിക്കാനൊക്കെ ഇഷ്ടംപോലെ പണമുണ്ട്. ചിലപ്പോൾ വെള്ളം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ബോധമില്ലാതെ ഇരുന്ന് കരച്ചിലും പിന്നെ പദം പറയലും ഒക്കെ ആയിരിക്കും ഇവരുടെ ഒരു സിറ്റുവേഷൻ. അപ്പൊ ഈ സിറ്റുവേഷൻ മാറുമെന്നൊരു പ്രത്യാശ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായി. ഇത് തലവേദനയാകില്ല എന്നൊരു പ്രത്യാശയുണ്ട് എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാരണം ഇവിടെ ഒരു ടീം വർക്ക്, ഇവര് തമ്മിൽ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. രണ്ടുപേരും 3 ഓഫ് കപ്സ് 3 ഓഫ് പെന്റക്കിൾസ് എല്ലാം ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ തുടരണം. രണ്ടുപേർക്കും കമ്മിറ്റ്മെന്റ് ഒന്നും ഇഷ്ടമല്ല. കമ്മിറ്റ്മെന്റ് നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ്, തേർഡ് പാർട്ടി വേറെ ആരോട്ട് കമ്മിറ്റഡ് ആണ്. ഇവര് തമ്മിൽ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ഇവര് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുകയാണ്. കാരണം ഈ നമ്മള് കുട്ടികളെ അച്ഛനമ്മമാര് പൈസ ഇഷ്ടം പോലെ ഉണ്ട് പിള്ളേർക്ക്, അവർക്ക് അല്ലലില്ല. അതുപോലെ തന്നെയാണ് ഈ തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണൽ. ഇവർക്ക് അല്ലലില്ല, റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. ഇഷ്ടംപോലെ സമയമുണ്ട്, ആവശ്യത്തിന് പൈസയും കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ഇതൊരു തലവേദനയായിട്ട് മാറില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഫിസിക്കൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ടാവും. കാരണം ആവശ്യത്തിനനുസരിച്ച് പാർട്ടി ചെയ്ത് കഴിഞ്ഞാൽ, അടിച്ചു പൊളിച്ച് വെള്ളം അടിച്ചൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ, ആവശ്യമില്ലാത്ത ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ട് മാറും ഇത്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിന്, ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ പറയും നിങ്ങളോട്? നിങ്ങൾക്കറിയില്ല ഈ പേഴ്സൺ, നിങ്ങൾ പോയി കഴിയുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഈ പേഴ്സൺ എന്താണ് വീട്ടിലിരുന്ന് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു പിടുത്തവും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ അക്വേറിയസ് സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. നിങ്ങൾ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഓഗസ്റ്റ് 31 അടിച്ചു പിരിയുമോ? നമ്മളെ നിശ്ചല് പറഞ്ഞ പോലെ അടിച്ചു പിരിയുമോ നോക്കാം. യെസ് ഓർ നോ ആണ് നമ്മൾ നോക്കുന്നത്. യെസ്, ഇത് അടിച്ചു പിരിയും. കാരണം നിങ്ങളുടെ പേഴ്സന്റെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സിറ്റുവേഷനിലെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തങ്ങൾ എടുക്കാത്ത ഒരാളാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ അസുഖം തുടങ്ങുമ്പോൾ, പേഴ്സൺ ചുമയ്ക്കാൻ തുടങ്ങുമ്പോഴും, പേഴ്സണ് ഭക്ഷണം കഴിച്ചിട്ട് ആവുന്നില്ല, ഛർദ്ദിക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ആ സമയത്ത് തേർഡ് പാർട്ടിക്ക് മതിയാവും. തേർഡ് പാർട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പ്രത്യേകിച്ചും കുട്ടികളില്ലാത്തൊരു തേർഡ് പാർട്ടി ആയിരിക്കും ഇത്. അപ്പൊ കുട്ടികളോട് ഡീൽ ചെയ്ത് ശീലമില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഇപ്പോൾ ഒത്തിരി, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒത്തിരി ഒരു സിറ്റുവേഷൻ നാം സംശയകരമായിട്ടാണ് നോക്കുന്നത്. ഇയാൾക്ക് ഇനി പണി ആയിക്കഴിഞ്ഞാൽ, അസുഖമായി കഴിഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കേണ്ടി വരുമോ ഇയാളെ എന്നൊരു പേര് തേർഡ് പാർട്ടിക്കുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ ചിന്തിക്കുന്നത്, ഇങ്ങനെ അസുഖമായിട്ട് ഞാൻ ഇവനോടോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വിലയും എനിക്ക് തരുന്നില്ല, ഒരു മരുന്ന് പോലും മേടിച്ചു തരുന്നില്ല, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്ന് പറയുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ വീട്ടിൽ കൊണ്ടാക്കും തേർഡ് പാർട്ടി, അല്ലാതെ അവരെ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകുന്നില്ല. അപ്പോൾ വളരെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത രണ്ട് പേര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണിത്. അത് പതുക്കെ പതുക്കെ ഒരാൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ 31 തീയതിക്കുള്ളിൽ ചിലപ്പോ തേർഡ് പാർട്ടി
മായിട്ടുള്ള ബന്ധത്തിൽ വിള്ളല് വീഴാൻ തുടങ്ങും. പതുക്കെ പതുക്കെ ഇവര് അപ്പോൾ ആ സമയം 31-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ സീരിയസ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും. നിങ്ങളത് നോട്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവര് ഒന്നും തീരുമാനിക്കാതെ തന്നെ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അകന്നു പോകും. കാരണം ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങളുടെ പേഴ്സൺ ആ സമയവും ആകുമ്പോഴേക്കും നഷ്ടമാകും. പിന്നെ അത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറും നിങ്ങളുടെ പേഴ്സൺ. ഇത് ഹോസ്പിറ്റലിലും അതും ഇതുമൊക്കെ ആവാൻ വഴിയുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ പോക്കും അതും ഇതുമൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള വളരെയധികം ചാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് കണ്ടില്ല എന്ന് വെച്ചാൽ ശ്രദ്ധയിൽപ്പെടുന്നില്ല. നിങ്ങൾക്ക് 100 കാര്യങ്ങളാണ്, കുറേ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. മീൻസ് ശമ്പളം കൊടുക്കുക, മീൻസ് എന്താ പറയുക, കുട്ടികളുടെ ഫീസ് എവിടെ നിന്ന് കിട്ടും, അതുപോലെ തന്നെ റെന്റ് എങ്ങനെ കൊടുക്കും എന്നൊക്കെ വളരെ ടെൻഷനാണ്. ഓരോ മാസവും പൈസ മാറ്റി വെക്കുന്നത്. അത് കൂടാതെ ഈ പേഴ്സൻ്റെ എക്സ്പെൻസസും. നിങ്ങളാകെ ഓവർ കമ്മിറ്റഡ് ആണ്. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ സോഡിയാക് സൈൻ ഞാൻ പറഞ്ഞ പോലെ ടോറസ്, ലീബ്ര, അക്വേറിയസ്, അത്രയുമാണ് സോഡിയാക് സൈൻ ഇവിടെ കണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ റീഡിങ്, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് വേണ്ടത് ഭഗവാനെ. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ ഭഗവാനെ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ ഭഗവാനെ. നമുക്ക് കാർഡ്സ് എടുത്ത് തുടങ്ങാം. ഭഗവാനെ, മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആണ് വേണ്ടത്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ഓഗസ്റ്റ് 31, 2025 ഇവർ തമ്മിൽ തെറ്റിപ്പിരിയുമോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഭഗവാനെ. ഓം നമ ശിവായ, ഓം നമ ശിവായ. അപ്പോൾ മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ. അജ്ഞതയാണെന്നാണ് പറയുന്നത്. ഒരു കാർഡാണ് വന്നത്, അറിവില്ലായ്മ, തിരിച്ചറിവില്ലായ്മയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഒരു കാർഡും കൂടെ. പിന്നെ ഉള്ളത് ക്ഷമയില്ലായ്മ. ക്ഷമ ശീലിക്കണം. പിന്നെ അതുപോലെ തന്നെ അജ്ഞത, നിങ്ങളുടെ മനസ്സിൽ ഇരുട്ടുണ്ടെന്നാണ് പറയുന്നത്, മാറ്റണം. അത് ക്ലെൻസ് ചെയ്യണം നിങ്ങൾ. വിസ്ഡം എന്ന് പറഞ്ഞാൽ അറിവാണ്. അപ്പോൾ അതിലേക്കുള്ള വഴി നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ കുറച്ച് കുറയും എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ, ഇവർ തമ്മിൽ കോൺടാക്റ്റിലാണ്, കോൺസ്റ്റന്റ് കോൺടാക്റ്റിലാണ്. എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ടാവും. വോൺസ് ആണ്, ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു എനർജിയാണിത്. ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണെ കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ കോൺസ്റ്റന്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു ലൈവ് റിലേഷൻഷിപ്പാണ് കേട്ടോ. അപ്പോൾ രണ്ട് പേരും തമ്മിൽ എപ്പോഴും മീറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഒരു ദിവസം പോലും ഇവർ മിണ്ടാതെ ഇരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്തായാലും വളരെ സ്പീഡിൽ ഇവർ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഇവർ തമ്മിൽ അടുപ്പം കൂടി വരികയാണെന്നാണ് പറയുന്നത്. ഇതൊരു ട്രാവലും കൂടി ആവാം, യാത്രയും കൂടി പറയാം. ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എവിടെയോ യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾ മറ്റേ ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ.
ക്ലാരിഫിക്കേഷൻ, പേജ് ഓഫ് വാൺസ്. പേജ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞാൽ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ്. അപ്പോൾ ഇത് തുടക്കത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്ര വളരെ മെച്യൂർഡ് ആയ ഒരു റിലേഷൻഷിപ്പ് അല്ല ഇത്. തുടക്കത്തിലാണ് റിലേഷൻഷിപ്പ്. രണ്ടുപേരെ കുറിച്ചും അറിയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ തുടക്കത്തിൽ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇവർ രണ്ടുപേരും. ഇവിടെ കമ്മിറ്റ്മെന്റ് ഒന്നും ആയിട്ടില്ല. മനസ്സിലാവുണ്ടോ? പുതുമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കുറച്ചുകൂടെ പഴകി കഴിയുമ്പോൾ പിന്നെ അത് യൂസ് ടു ആയി, ആളെക്കുറിച്ച് പുതിയതായിട്ടൊന്നും അറിയാനില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകാൻ വഴിയുണ്ട്. കാരണം ഒരു ഫാസ്റ്റ് ആയിട്ടാണ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഫാസ്റ്റ് ആയിട്ട് കെട്ടുപോകാനും ചാൻസ് ഉണ്ട്. 2 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഉത്തരവാദിത്തങ്ങൾ ഓവർ കമ്മിറ്റഡ് ആയ രണ്ടുപേരാണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ കുറേ പ്രാരാബ്ധങ്ങളും കുറേ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഉള്ള രണ്ടുപേര് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവർ തമ്മിൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നുണ്ടാവില്ല. കാരണം സമയപരിധി കൊണ്ട്, പരിമിതി കൊണ്ട്. കേട്ടോ? അതും കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ്? ഡെവിളിനെ കാണിച്ചു, ഒബ്സഷൻ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഒരു കാർഡ് കൂടി ഞാൻ എടുക്കുകയാണ്. ഓക്കെ. ഇവിടെ ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഇതിന് ബ്ലോക്ക് ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരാൾ നിൽക്കുന്നത് നിങ്ങളാണോ, ഈ പേഴ്സന്റെ തേർഡ് പാർട്ടിയുടെ അമ്മയാണോ, ആരാണെന്നൊന്നും അറിയില്ല. എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇതിന് ഒടക്കായിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു നിരാശ ഉണ്ട്. അത് ഈ റിലേഷൻഷിപ്പിലുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്ന അത്രയും ഫാസ്റ്റ് ആയിട്ട് ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ തേർഡ് പാർട്ടി വളരെ ഇമ്മച്യൂർഡ് ആയ ഒരു എനർജി ആയിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേഴ്സന്റെ അമ്മയോ അച്ഛനോ ചേച്ചിയോ ചേട്ടനോ ആരോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവർ തമ്മിൽ സംസാരമുണ്ട്, ഫോൺ വിളിക്കുന്നുണ്ട്. ചിലപ്പോൾ രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് സിറ്റുവേഷനിലായിരിക്കും. ചിലപ്പോൾ ഈ പേഴ്സൺ അന്യനാട്ടിലുള്ളതായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇവര് സംസാരം മാത്രമേ ഉള്ളൂ. ഇവർ തമ്മിൽ മീറ്റ് ചെയ്തത് വളരെ കുറപ്പം. മീറ്റിങ്ങിന്റെ പ്ലാനിങ് ഇവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനിടയിൽ ആരോ പാര വെക്കുന്നുണ്ട്. നിങ്ങളാണോ അതോ തേർഡ് പാർട്ടിയുടെ അമ്മയാണോ അച്ഛനാണോ എന്നറിയില്ല. അതിൻ്റെതായ ഒരു റിഗ്രറ്റ് ഇവിടെ ആർക്കോ കാണിക്കുന്നുണ്ട്. രണ്ടുപേരും ചിലപ്പോൾ ആ തേർഡ് പാർട്ടിക്ക് ഇമ്മച്യൂരിറ്റിയുടെ റിഗ്രറ്റ്, നിങ്ങളുടെ പേഴ്സണ് കാര്യം സാധിക്കാത്തത് കൊണ്ടുള്ള റിഗ്രറ്റ്. മനസ്സിലായോ? അങ്ങനത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ ടോറസ് ലീബ്രയാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു കണക്ഷൻ തുടങ്ങാനുള്ള കാര്യം എന്താണ്? റീസൺ എന്താണ്? എന്താണ് ഉദ്ദേശം? അച്ഛനും അമ്മയുമാണ്. ഓക്കെ. അപ്പൊ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഴക്കമുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം മെച്യൂർഡ് ആയ റിലേഷൻഷിപ്പാണ്. ഇഷ്ടം പോലെ പണമുള്ള രണ്ടുപേരാണ്. അപ്പൊ നിങ്ങളാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന നിങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയെ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു പ്രൊഫസറോ എന്തോ ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം പോലെ കാണിക്കുന്നുണ്ട്. കാരണം ഈ അവിടെ എന്തോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇവർ കോണ്ടാക്റ്റിൽ വന്നേക്കുന്നത്. ഒരു സെൽഫ് ഡെവലപ്മെന്റിനും ട്രെയിനിങ്ങിനും ഒരു ട്യൂട്ടർ ആയിരിക്കണം, നിങ്ങളൊരു കോച്ച് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെയാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സന്റെ ലൈഫിലേക്ക് വന്നേക്കുന്നത്. അത് തേർഡ് പാർട്ടിക്ക് കണ്ടോ ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് കാരണം വളരെ ഇത്തിരി പ്രായ കൂടുതലുള്ള ഒരു എനർജി, വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജിയെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ,
പക്ഷെ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ പോലെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. ഒരു ലവേഴ്സിലേക്കാണ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതിന് ഉടക്കായിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. മനസ്സിലായോ? അപ്പൊ ഈ പേഴ്സൺ രണ്ടും കൽപ്പിച്ചാണ് റിലേഷൻഷിപ്പിലേക്ക് കയറിയേക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു എക്സൈറ്റ്മെന്റിലാണ് നിങ്ങളുടെ പേഴ്സൺ. ചിലപ്പോൾ തേർഡ് പാർട്ടി കൂടുതൽ അറ്റൻഷൻ നിങ്ങളുടെ പേഴ്സണ് കൊടുക്കുന്നുണ്ടാവാം. വളരെ യങ് ആയിട്ടുള്ള ഒരു എനർജി കുറച്ച് മെച്യൂർഡ് ആയ ഒരാൾക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ മെച്യൂർഡ് ആയ പേഴ്സന്റെ അറ്റൻഷൻ തേർഡ് പാർട്ടിയിലേക്ക്, ഒരു യങ് എനർജിയിലേക്ക് തിരിയും. അതുപോലെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ലവേഴ്സിന്റെ സിറ്റുവേഷനിലേക്കാണ് ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ ഉദ്ദേശം. എത്രയും പെട്ടെന്ന് ഈ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു ലവ് റിലേഷൻഷിപ്പ് തുടങ്ങണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ റിലേഷൻഷിപ്പിൽ കയറിയേക്കുന്നത്. അടിപൊളി. എന്താണ് തേർഡ് പാർട്ടിയോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സൺ? തേർഡ് പാർട്ടി സിംഗിൾ എനർജിയാണ് കേട്ടോ. അതാണ്, യങ് എനർജിയാണ്. അപ്പോൾ തേർഡ് പാർട്ടി സിംഗിൾ എനർജിയാണ്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്. അത് യങ് യൂത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ. ചിരിച്ച് കളിച്ച് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് തേർഡ് പാർട്ടി. അപ്പൊ ഏതു നേരവും വളരെ സന്തോഷത്തോടെയും. അപ്പോൾ ഈ പേഴ്സന്റെ ഉള്ളിൽ ചിലപ്പോൾ കള്ളത്തരം ഉണ്ടാവില്ല. തേർഡ് പാർട്ടിക്ക് കാര്യങ്ങൾ പിടുത്തം കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലാണ് കളങ്കം ഉള്ളത്. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ കളങ്കം ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾക്കും കൂടെ അറിയുന്ന ഒരു എനർജി ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന രണ്ടുപേരായിരിക്കാം. മനസ്സിലായോ? എന്തായാലും നിങ്ങൾ രണ്ടും പവർഫുൾ ആയ ആളുകളാണ്. തേർഡ് പാർട്ടി ഇമ്മച്ചുവേർഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. സെൽഫ് സഫീഷ്യന്റ് ആണ്, കേപ്പബിൾ ആണ്. ചിലപ്പോൾ പാരൻസിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു എനർജി ആയിരിക്കും തേർഡ് പാർട്ടി. അപ്പൊ കൂടുതൽ ഫ്രീഡം ഉണ്ട്. മനസ്സിലായോ? പാരൻസിനോട് നമ്മൾ താമസിക്കുമ്പോൾ നമ്മൾ അവരെ ശ്രദ്ധിക്കും നമ്മളുടെ കാര്യങ്ങൾ. പക്ഷെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ, ഇപ്പോ ഒരു കോച്ചിങ്ങിന് വന്ന ഒരാളാണെങ്കിൽ, ദൂരെയുള്ള ഒരാൾ കോച്ചിങ്ങിന് വന്ന് താമസിക്കുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും. അധികം പരിചയമുള്ള ആളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു മെന്റർ എന്ന സ്ഥിതിക്ക് നമ്മളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ ഇടയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കും. അപ്പൊ തേർഡ് പാർട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന, അധികം പണത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു എനർജിയാണ് ഈ പേഴ്സണ്. പക്ഷെ തേർഡ് പാർട്ടിക്ക് ഒരു അംബിഷൻ ഉണ്ട്. മനസ്സിലായോ? ഒരു ഈ കോച്ചിങ്ങിന് വന്നേക്കുന്നത് ഒരു നിലയിൽ, ഒരു ലെവലിൽ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി വന്നിട്ടുള്ളത്. അപ്പോ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു എന്താ പറയാ, പേഴ്സൺ വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പേഴ്സണെ കോൺടാക്ട് ചെയ്യുന്നത് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ. തേർഡ് പാർട്ടിയുടെ ഫ്രീഡം, തേർഡ് പാർട്ടിയുടെ എന്താ പറയാ, പ്രായത്തിൽ കവിഞ്ഞിട്ടുള്ള മെച്യൂരിറ്റി, ഇതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. അപ്പൊ തേർഡ് പാർട്ടിക്ക് ഒരു എയിം ഉണ്ട്, അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട് നിങ്ങളുടെ പേഴ്സന്റെ ഉള്ളിൽ. കാരണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണോടുള്ള ഫീലിംഗ് അല്ല തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ കുറച്ച് കളങ്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് നിങ്ങളുടെ പേഴ്സണ്, ഒരു കുറ്റബോധം, ഗിൽറ്റി ഫീലിംഗ് ഒക്കെ ഉണ്ട് നിങ്ങളുടെ പേഴ്സണ്. പ്രശ്നമായാലോ, ആരെങ്കിലും അറിഞ്ഞാലോ എന്നുള്ളൊക്കെ ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷെ തേർഡ് പാർട്ടി കൊടുക്കുന്ന ഈ ഹാപ്പിനെസ്, എപ്പോഴും വിളിച്ച് സംസാരിക്കുക, തേർഡ് പാർട്ടിയോട് സംസാരിക്കുക, മനസ്സിലായോ? അപ്പോൾ മെസ്സേജ് ഇടുക, ഇവർ വാട്സാപ്പിൽ എപ്പോഴും കോൺസ്റ്റന്റ്ലി കോൺടാക്ട് ചെയ്യുന്നുണ്ട്, വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്. ആരും കണ്ടുപിടിക്കരുത് എന്നൊരു ചിന്തയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ അത് പേഴ്സന്റെ പ്രൊഫഷനെ ബാധിക്കും. എന്നാലും പേഴ്സണ് കൺട്രോൾ ഇല്ല ഈ ഒരു കാര്യത്തിൽ. അപ്പൊ അതിൻ്റെതൊരു പേടിയുണ്ട് ഈ പേഴ്സണ്. അതുപോലെ തന്നെ ഇത് തേർഡ് പാർട്ടി പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇമ്മച്ചുവേർഡ് എനർജി ആകുമ്പോൾ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് ലോങ് ടേം ഒരു റിലേഷൻഷിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യും തേർഡ് പാർട്ടി. അതിൻ്റെത് ഒരു പേടിയും കൂടെ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പേടിയുള്ള സിറ്റുവേഷൻ, ഒരു ലവ് റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രശ്നമായി തീരും, പ്രൊഫഷനെ ബാധിക്കുമെന്ന് പേടിയുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 31-നുള്ളിൽ ഈ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് അകലാനുള്ള എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. തെറ്റിപ്പിരിയാനുള്ള ചാൻസ് ഉണ്ടോ? മേ ബി പോസിബിലിറ്റി ഉണ്ട്. കാരണം ഈ പേഴ്സണ് ഒരു തിരിച്ചറിവാകണം. ഇത് വെർഗോ ആണ്, ഹെർമിറ്റ് ആണ്. ഹെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വഴികാട്ടി എന്നാണ് അർത്ഥം. ശരിക്കും പറഞ്ഞാൽ ഈ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ വഴികാട്ടിയാണ്, മെന്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ യങ് എനർജിയെ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതിനൊരു കുറ്റബോധം നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സണ് മിക്കവാറും 31-നുള്ളിൽ അല്ലെങ്കിൽ അതിനുശേഷം ഒരു തിരിച്ചറിവ് വരാൻ ചാൻസ് ഉണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ പേഴ്സണോട് കുറച്ചും കൂടെ ഇത് മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കുന്ന ആരോ
മനസ്സിലാവുന്ന ആരോ നിങ്ങളുടെ പേഴ്സണോട് സംസാരിക്കാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട്. അപ്പോൾ ഡിസിപ്ലിനറി ആക്ഷൻ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു ചാൻസും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും മിക്കവാറും 31-നുള്ളിൽ അല്ലെങ്കിൽ 31-ന് ശേഷമാണെങ്കിലും തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഈ കാർഡ് മേ ബി എന്നാണ് പറയുന്നത്, ആവാം എന്നാണ് പറയുന്നത്. 31-നുള്ളിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആവാം, അതല്ലെങ്കിൽ 31-ന് ശേഷമായിരിക്കാം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നത് കേട്ടോ. ഇവിടെ എന്തോ ഒരു നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷനെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസിപ്ലിനറി ആക്ഷനോ എന്തെങ്കിലും ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇത് വെർഗോ, പൈസീസ്, ലിയോ, ഏരീസ്, ജെമിനായ്, ടോറസ്, ലീബ്ര, ഇത്രയുമാണ് ഇവിടെ സോഡിയാക് സൈൻ കാണിക്കുന്നത് സ്ട്രോങ് ആയിട്ട്. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. റീഡിംഗ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ച് നൽകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. അപ്പോൾ ഈ മഴക്കാലത്തെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാതിരിക്കുക കേട്ടോ. നമ്മൾ അവിടെ ചെന്നിട്ട് പിന്നെ അത് പ്രശ്നങ്ങളിൽ പെടുന്നതിലും ഭേദം ഇപ്പം ടൂറ് പോവുക. വെക്കേഷൻ കഴിഞ്ഞു എന്നാലും ചിലർ പിള്ളേരൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. കാരണം ഹിമാചൽ പ്രദേശിലും അവിടെയൊക്കെ വിസ്ഫോടനം എന്നുകൊണ്ട് പ്രളയം വന്നിട്ട് കണ്ടില്ലേ നിങ്ങളൊക്കെ യൂട്യൂബിലും വീഡിയോ TV യിലെല്ലാം.